വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം ആവശ്യമുള്ളവർ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്കിനി വാർഷിക പരീക്ഷയാണ് വരാനുള്ളത്. അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കേക്ക് ഈ ചാനലിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താ? ഇഖ്റഉൽ ഫിഖറ വാജിബ് അനിൽ അസ്ഇല. താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് വായിച്ച് അതിൻ്റെ താഴെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ്. ഇൻതഹ സിബാഖു 3000 മീറ്റർ, 3000 മീറ്റർ മത്സരം തീർന്നു. ഫാസ അബ്ദുല്ല ബിൽ മർക്കസിൽ അവൽ, അബ്ദുല്ല ഒന്നാം സ്ഥാനത്ത് ജയിച്ചു. ഇർത്തഫഅത്ത് സഗാരീദു ബി തഷ്ജീ തസ്ഫീഖ്, ആളുകൾ ആരവ ഉയർന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, കൈയടിച്ചുകൊണ്ട്. ഹു അക്ബറുൽ മുതസാബിഖീന സിന്നൻ, ഏറ്റവും മത്സരിച്ചവരിൽ ഏറ്റവും വയസ്സുള്ള ആൾ അദ്ദേഹമാണ്. വഫിൽ മസായി ഹസല അബ്ദുല്ല അലൽ ജായിസ മിൻ വസീർ റിയാദ, സ്പോർട്സ് മന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടി? സമ്മാനം കിട്ടി. അപ്പൊ ചോദ്യം എന്താ നോക്കൂ. ലിദ്ദു കലിമത്തു ബദ എന്നതിൻ്റെ ഓപ്പോസിറ്റ്. ബദ എന്ന് വെച്ചാൽ എന്താ? തുടങ്ങീന. അതിൻ്റെ ലിദ് അവസാനിച്ചു എന്ന് പറയാൻ ഇൻതഹ ആണ് ഉത്തരം. ജംഉ കലിമത്ത് അലിഫ്, അൽഫ് എന്ന പദത്തിൻ്റെ ജംഅ പ്ലൂരൽ എന്താണ്? ആലാഫ് അല്ലേ? ദഹിക്കണം ആലാഫ്. മൻ അഅത അബ്ദുല്ല അൽ ജായിസ, അബ്ദുല്ലക്ക് സമ്മാനം കൊടുത്തത് ആരാണ്? ആരാ കൊടുത്തത്? വസീറു റിയാദ അല്ലേ? വസീറു റിയാദ, അദ്ദേഹത്തിന് സമ്മാനം വാങ്ങിച്ചത്. മാലി കലിമത്ത് ഇർത്തഫിയു, ഇർത്തഫിയു എന്നതിൻ്റെ മാലിയായ പദം എന്താണ്? ഇർത്തഫഅത്ത് അല്ലേ? എന്താണ്? ഇർത്തഫഅ എന്നാണ് വരിക. ഓക്കെ. മുതറാദിഫ് ലി കലിമത്ത് ഉംർ, വയസ്സ് എന്നതിൻ്റെ സമാന പദം മുതറാദിഫ് ഏതാണ്? വയസ്സ് എന്നുള്ളതിന് ഇവിടെ ഒരു പദമുണ്ട്, സിന്ന്. ഓക്കെ. മൻ ഹുവ അക്ബറുൽ മുതസാബിഖീൻ, ആരാണ് മത്സരാർത്ഥികളിൽ ഏറ്റവും വയസ്സുള്ള ആൾ? ആരാണ്? അബ്ദുല്ല അല്ലേ? അപ്പോൾ ഉത്തരം അബ്ദുല്ല ആണ് ഉത്തരം. ഇത്രയാണ് ആദ്യത്തെ ചോദ്യങ്ങൾ. രണ്ടാമത്തെ അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്, ഇവിടെ രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. കെമലിൽ ജുമല ബി ലമീർ മുനാസിബ്, ഇവിടെ കുറച്ച് ലമീറുകളുണ്ട്, അത് അതിൻ്റെ അനുയോജ്യമായ സ്ഥലത്ത് വെക്കുക എന്നാണ്. ഓക്കെ. ഇപ്പൊ ജുമാന ഡാഷ് ദാരിസ, അവളൊരു വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പൊ ജുമാന ഹിയ അല്ലേ? നമുക്ക് ഹിയ ഇവിടെ ചേർക്കാം. ഹിയ ദാരിസത്തും ഫി സഫിൽ ആഷിർ, 10ാം ക്ലാസ്സിലാണ്. ബൈത്തു വീട്, അവളുടെ വീട് എന്നായിരിക്കും അല്ലേ? അവളുടെ എന്ന് പറയാൻ നമ്മൾ ഹായാണ്. അപ്പൊ ബൈത്തുഹ ഫിൽ കറിയ. ഓക്കെ, സിമ്പിൾ അല്ലേ? ലാഹിദുൽ മിസാല വൈദ് മുൽസഖം മിസലഹ അനിസിഹ, ഇവിടെ ഈ ഉദാഹരണം നോക്കിയിട്ട് അതുപോലത്തെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ. എന്തിനെക്കുറിച്ച്? അസിഹ, ആരോഗ്യത്തെക്കുറിച്ചാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള വേറെന്തെങ്കിലും വാചകങ്ങളോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസൊക്കെ ഇല്ലേ? നിഅമതാനി മഅബൂനുൻ ഫീഹിമ, എങ്ങനെ? നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഖ് എന്ന ഹദീസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. അസ്സിഹത്തു വൽ ഫറാഖ്. ഓക്കെ, അതാണ് രണ്ട് അനുഗ്രഹങ്ങൾ. അതിൽ ആളുകൾ വഞ്ചിതരായിരിക്കുന്നു. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയമാണ് അല്ലേ? സിഹത്തു വൽ ഫറാഖ്. അടുത്തത് 9, കമ്മിൽ പൂർത്തിയാക്കുക. മൻബഗുൻ ജമ്മു മനാബിഗ, ദുവൽ രാഷ്ട്രങ്ങൾ, അതിനെന്താ പറയുക? അതിൻ്റെ മുഫ്രദ് ദൗലത്ത്. റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, അതിൻ്റെ ജമ്മ റിയാഹ് കേട്ടോ, റിയാഹ്. ഇനി അടുത്ത പ്രവർത്തനം അജിബ് അൻ സിത്തത്തിൻ, 6 യുക്മിലുൽ ഫറാഖ ബി സിയാത്തി അംറിൻ മുനാസിബ്, ശരിയായ അമ്ര
വേൽ വെച്ച് പൂരിപ്പിക്കുക എന്നാണ്. അവിടെ ഒരു ഉദാഹരണമുണ്ട്. അയ്യുഹത്തുല്ലാബ് ഉക്തുബു അല്ലേ, അതാണ് അടിവരല. അപ്പോൾ ഈ കത്തബയാണ് എന്തായത്, ഉക്തുബൂന്നായത് അല്ലേ. അങ്ങനെയാണെങ്കിൽ യാ മുനീർ, മുനീറെ അലാ കുർസിയത്തെ, നീ ചെയറിൽ ജലസയുടെ അമ്ര എഴുതണം. ജലസയുടെ അമ്ര എങ്ങനെയുണ്ട് കേട്ടിരിക്കുക. ആദ്യം നമ്മൾ മുലാരി എഴുതുക ജലസയുടെ, യജ് ലിസു എന്നല്ലേ. എന്നിട്ട് അതിലെ ആ കളഞ്ഞിട്ട് ബാക്കി എഴുതുക. ജ് ലി അവസാനത്തെ സുക്കൂൺ എടുക്കുക. അപ്പോൾ ഈ ലാമിൻ്റെ അവസാനത്തെ മുമ്പുള്ള അക്ഷരം ലീ എന്നാണ് അല്ലേ. അതിൻ്റെ ഹർക്കത്തൂടെ അലിഫ് ഇട്ടിട്ട് ഈ എന്നിട്ട് ഈജിലിസ്, മനസ്സിലായോ. അതുപോലെ ഒരാളുള്ളൂ. അപ്പോൾ ഈജിലിസ് എന്ന് പറയും. യാ വലദാനി, ഓ കുട്ടി, അൽ കിതാബ് പുസ്തകം അല്ലേ. ഖറ വലദാനി 2 പേരുണ്ട്. അപ്പോൾ ഈ ഖറ രണ്ടാമത്തെ ഫോം വയ്ക്കണം. ഏതാ വരിക, ഇഖ്റ എന്ന് വരണം, മനസ്സിലായോ. ഇതിനെന്താ വരിക, ഇഖ്റ. ഇഖ്റ എന്ന് പോരാ, ഇഖ്റ 2 പേര്. പിന്നെ യാ അയ്യുഹ സുമല, കൂട്ടുകാരെ, കുറേ പേരുണ്ട്. അപ്പോൾ നളറ യൻളുറു ഉൻളുർ, കുറേ പേരുള്ളതുകൊണ്ട് ഉൻളുറു എന്നാവും. എന്താണ്, ഉൻളുറു എന്നാവും. ഓക്കെ. അടുത്തത് സഹിൽ അഖ്ത, എന്താണ്, ഇതാഴെയുള്ള സെൻറ്റൻസിൽ തെറ്റ് തിരുത്തുക എന്നാണ്. എന്താ കഴക്കഴത്ത് ദീഖ്, ദീക്കിൻ്റെ ശബ്ദം ഇവിടെ തെറ്റി കൊടുത്തിട്ടുണ്ട്. കഴക്കയല്ലോ, സിയാഹാണ് അല്ലേ. കോഴിക്കൂടിന് പറയുക സിയാഹിദ്ദീഖ് വ സഖ്സഖത്തിൽ അസാഫിർ, വിസ്ഫൂറുകളുടെ ശബ്ദമുണ്ടാകുമ്പോൾ യബുദ ഉൽ ഉമ്മ തുടങ്ങും. യബുദ ഉ എന്നാണ് വരിക, ഉമ്മയായതുകൊണ്ട് നമുക്ക് തബുദ ഉ എന്നാക്കണം. എന്താക്കണം, തബുദ ഉ എന്നാക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൽ. അടുത്തത് സിൽബിൽ മുനാസിബ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹദീൽ, നഈഖ്, ഹദ്ഹദത്ത് അല്ലേ. ഇത് ഓരോന്നിൻ്റെയും ശബ്ദമാണ്. ഹദീൽ ആരുടെയ, ഹമാമ. നഈഖ് ഖുറാബ്, ഹദ്ഹദ ഹുദ്ഹുദ് പക്ഷി. സിമ്പിൾ അല്ലേ. അടുത്തത് നുക്കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പൂരിപ്പിക്കുക. ഷരിബത്തിൽ ബിന്തു അൽമാ, വെള്ളം കുടിച്ചു, ബാരിദൻ തണുത്തതായ. അപ്പോൾ മറദ ഇവിടെ ഹാലാണിത് അല്ലേ, ഹാലാകെ. മറദ എങ്ങനെ ഹാലായത്, ബായിക്ക് ശേഷം ഒരു അൽഫിട്ടു, ബാരി ദൻ എന്ന് ഈ സതക തൻവീൻ നിർബന്ധമാണ്. അതേപോലെ ദഹബ മുനീർ ഇലൽ ബൈത്ത്, മുനീർ വീട്ടിലേക്ക് പോയി. റക്കീബയുടെ ഹാല് വെക്കണം. എങ്ങനെ വരിക, റായ്ക്ക് ശേഷം അലിഫിട്ടു, റാ കീ ബൻ അല്ലേ. റാക്കിബൻ അല്ല, വണ്ടിയിൽ കയറിയിട്ടാണ് അവന് പോയത്. ഓക്കെ. റജ അൽ ലാഇബു, കളിക്കാരൻ മടങ്ങി. നജഹ വിജയിച്ചു, അപ്പോൾ വിജയിച്ചവനായി. ഇങ്ങനെ നാജിഹൻ അല്ലേ, നാജിഹൻ. ആമത്തിഫുലു, കുട്ടി ഉറങ്ങി. ഹദ സമാധാനത്തോടെ. അപ്പോൾ ഹദയിലെ ഹാ ദി അൻ, ഹാദി അൻ. ശരിയല്ലോ മക്കളെ. അടുത്തത് അഇദ്ദ യൗമിയത്തൻ അൻ ഹയാത്തിക്കൽ യൗമിയ ബി മുസാഅദത്തി നിക്കാൽ, ഇതോടെ നിങ്ങളുടെ ഒരു ഡയറി തയ്യാറാക്കാനാണ് അല്ലേ. അപ്പോൾ നിങ്ങളിതിൽ ഈ ഇസ്തൈഖല എണീറ്റു, സല്ല നിസ്കരിച്ചു, ദറസ പഠിച്ചു, തനാവലത്താം ഭക്ഷണം കഴിച്ചു, ദഹബ പോയി, ദറസ പഠിച്ചു, ലൈബ കളിച്ചു, റജ മടങ്ങി, നാമ ഉറങ്ങി. ഇതിൽ സിമ്പിൾ എഴുതാണല്ലോ അല്ലേ. നമ്മൾ ഇസ്തൈഖലയുടെ വഹദ മുതക്കല്ലിം വെക്കുക. എങ്ങനെയാ, ഇസ്തൈ ഖൽത്തു നമ്മൾ പഠിച്ചതാണ്. ഇസ്തൈ ഖൽത്തു, ഞാൻ എണീറ്റു. മുബക്കിറൻ, നേരത്തെ എഴുന്നേറ്റു. എന്നിട്ടോ സല്ല, സല്ലയുടെ വഹദ മുതക്കർ സൊല്ലൈത്തു, ലയത്തിൻ്റെ അവസാനത്തിൽ ഇത് വിട്ട് കൊടുക്കുക. സല്ലൈത്തു സുബ്ഹ, സുബഹിസ്കരിച്ചു. ദറസ്തുൽ കിതാബ കേട്ടോ. അങ്ങനെ എല്ലാത്തും വെച്ച് തനാവല തനാവൽത്തു എന്നാക്കുക. വദഹബ്തു ഇലൽ മദ്രസ സുമ്മ ദറസ്തു ഫീഹി ഫീഹ, അവിടെ വെച്ച് പഠിച്ചു. വലഇബ്തു മഅ അസ്തിഖാഇ സുമ്മ റജഅതു ഇലൽ ബൈത്തി വനിംതു ഹാദിഅൻ, ഞാൻ ഉറങ്ങി, സമാധാനത്തോടെ ഉറങ്ങി എന്ന് വയ്ക്കും കേട്ടോ.
അപ്പോൾ അത് സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇസ്തൈഖൽതുമിനൻ നൗമി മുബക്കിറൻ, തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്തത് നഖറഉൽ ജുമല വനഅ അലാമത സഹീഹി അബുൽ ഖത. ഇവിടെ കുറേ സെൻറ്റൻസ് ഉണ്ട്, അതിൽ ശരിയോ അലാമത സഹീഹ് ശരിയുടെയോ തെറ്റോ ഇടാൻ കേട്ടോ. തദറുസു കാജൽ വ സൈനബ് ഫി മദ്രസത്തിൻ വാഹിദ, ഒരേ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്, ശരിയാണ് അല്ലേ. അടുത്തത് വാലിദ് സൈനബ് ആമിലുൻ ഫിൽ മസ്ന, സൈനബിൻ്റെ വാപ്പ എന്ത് ചെയ്യാണ്, ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനാണ്. അല്ലല്ലോ, അദ്ദേഹം എന്താണ് താജിറല്ലേ, അപ്പോൾ തെറ്റാണ്. റഹലത്ത് കാജത്ത് ഇല മദീനത്തിന് ഉഖ്റ, കാജൽ വേറൊരു സിറ്റിയിലേക്ക് പോയി, തെറ്റ്. ശരിയും തെറ്റില്ല. പിന്നെ ഇഖ്തറിൽ അബയാത്തൽ മുനാസിബ ലി തസ്രീഹാത്തി താലിയ, ഇവിടെ 2 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, ആ സെൻറ്റൻസിന് അനുയോജ്യമായ പദ്യത്തിൽ വരി കണ്ടെത്തണം. മാ അജ്മല മാ അഹ്ല ലുഗത്തിൽ അറബിയ, ഇതിൻ്റെ ഉത്തരം ഏതാ വരിക? അതഅല്ലമു ഫീഹാ സൂബിയ ലുഗത്തിൽ അറബിയ, ഇതാണ് വരിക അല്ലേ. അപ്പോൾ അലിഫിൻ്റെ ഉത്തരം എന്താണ്? മാ അർവഅഹ മാ അഹ്ലഹ ലുഗത്തിൽ അറബിയ, എത്ര മനോഹരമാണ് അറബി ഭാഷ. പിന്നെ ഫിൽ അറബിയത്തി ജമീഉൽ ഉലൂമി വൽ ആദാബ്, അറബിയിൽ എല്ലാ അറിവുകളുമുണ്ട്. ലുഗത്തുൽ ഇൽമി വൽ ആദാബ് ലുഗത്തുൽ അറബിയ, അതാണ് ബായുടെ ഉത്തരം. ഓക്കെ, സിമ്പിൾ അല്ലേ. അടുത്തത് അഇദ്ദ മുദക്കിറത്തൻ അൻ അഹമ്മിയത്തുൽ മാ ബിസ്തിആനത്തി നിഖാത്തിൽ ആത്തിയ, അഹമ്മിയ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. 4 മാർക്കിന്. ഇവിടെ നോക്കൂ, അസാസുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ ബേസ്, ലറൂരി അനിവാര്യം, നബാത്താത്ത് ചെടികൾ, ഹയവാനാത്ത് മൃഗങ്ങൾ, ഹിഫാദ് സംരക്ഷിക്കുക, മവാരിദ് മവാരിദ് എന്താ? സോഴ്സ്, അസിഹ ആരോഗ്യം, ഇസ്റാഫ് ദൂർത്ത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? അൽ മാഉ അല്ലേ, വെള്ളം, അസാസുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ അനിവാര്യമാണ്, വസിഹ ഇവിടെ വായും കൂടി ചേർക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസായി. പിന്നെ വഹുവ ലറൂരിയുൻ ആർക്കാണ്? ലിൻ നബാത്താത്ത് ലി അന്നബാത്താത്തി വൽ ഹയവാനാത്ത് കേട്ടോ, ലിൻ നബാത്താത്തി വൽ ഹയവാനാത്ത്. പിന്നെയോ വഹിഫാദുൽ മവാരിദി വാജിബുൻ അലൈന എന്ന് കൊടുക്കാം. പിന്നെ ലാ തുസ്രിഫു ഫഅലൈന, അതുകൊണ്ട് ഇതിനെങ്ങനെ ആക്കാം നമുക്ക്? ഫഅലൈന അൻ ലാ നുസ്രിഫൽ മാ, അതുകൊണ്ട് നമ്മൾ വെള്ളം പാഴാക്കരുത്. നുസ്രിഫൽ മാ, വെള്ളം പാഴാക്കരുത് എന്ന് എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ അതിൽ. അടുത്തത് ലഖിയ ജാസിർ വ സലീം ഫിൽ മൈദാൻ, ജാസിറും സലീമും മൈതാനത്തിൽ കണ്ടുമുട്ടി. അവർ വൈശാരിക്കാൻ ഫി ഒളിമ്പിയ അൽ കറിയ, അവരെന്തിലാണ് മത്സരിക്കണേ? വില്ലേജ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നുണ്ട്. നതായൽ വനുവായത്തുൽ ഹിവാർ, അവർ തമ്മിലുള്ള ഹിവാർ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ജാസിർ സബാഹ് അൽ ഖൈർ സബാഹൻ നൂർ എന്നതിന് ശേഷം ഫി ഐ നീ എന്തിലാണ് പങ്കെടുക്കുന്നത് അല്ലേ? ഫി ഐ നൗഇൻ, ഏത് ഇനത്തിലാണ്, അല്ലെങ്കിൽ ഫി ഐ മുസാബഖത്തിൻ തുഷാരിക്കു, എന്തിലാണ് നീ പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ സലീം പറയും ഉഷാരിക്കു, ഞാൻ പങ്കെടുക്കുന്നു, ഫി ഏതെങ്കിലും മത്സരത്തിൻ്റെ പേര്, ഫി സിബാക്കി 100 മീറ്റർ, 100 മീറ്റർ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിലാണ് മത്സരിക്കുന്നത് ചോദിച്ച് ആ ഹിവാർ പൂർത്തീകരിച്ചാൽ മതിയാവും കേട്ടോ. ഇത് നമ്മുടെ പുസ്തകത്തിൽ ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് നസിൽ കൗല ബിൽ കായ്, ഇവിടെ കുറച്ച് കൗലും ഉണ്ട് കായലുണ്ട്, പറഞ്ഞ വാക്കുമുണ്ട് പറഞ്ഞ ആളുമുണ്ട്, അവർ തമ്മിൽ ചേർക്കാൻ. വാലിദു കാജൽ സൈനബ് നബീൽ സഅതീക ളിഅഫ റാത്തിബിക സാബിഖ്, നിനക്ക് ശമ്പളത്തിൻ്റെ ഇരട്ടി തരാമെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? നബീൽ അല്ലേ, നബീലല്ല, അദ്ദേഹം മുതലാളിയാണ്. പിന്നെ മസ്നഉ വാലിദിഹ ഉഗ്ലിക വഫഖദ മെഹനത്തുഹു, അവരുടെ വാപ്പയുടെ ഫാക്ടറി പൂട്ടി, അതുകൊണ്ട് അവളുടെ ജോലി പോയി എന്ന് പറഞ്ഞത്
സൈനബാണ് അല്ലേ, സൈനബാണ്. ലൻ നുഗാദിറ ഹാദിഹിൽ മദീന, ഞങ്ങൾ ഈ പട്ടണം വിട്ടു പോകില്ല എന്ന് പറഞ്ഞത് കാജലാണ്. അസംന അല്ലാ നെർജിയ ഇല വിലായത്തിന, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അല്ല, അത് ഈ ലൻ നുഗാദിറ പറഞ്ഞത് വാലിദ് കാജലാട്ടാ. വാലിദ് കാജലാണ്, ഞങ്ങൾ നാട്ടിലോട്ട് പോയില്ല. ഇത് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് അതാണ് കാജൽ. ഓക്കെ, അത്രേ ഉള്ളൂ. 20ാമത്തെ ഇഖ്റഇൽ ഫിഖറ വാഇദ് മിൻഹ അർബഅത അസ്ഇല, 4 ചോദ്യം ഉണ്ടാക്കാൻ. മഹ്മൂദ് ദർവീഷ് ഷായറുൻ ഫിലസ്തീനി, മഹ്മൂദ് ദർവീഷ് ഒരു ഫിലസ്തീൻ കവിയാണ്. ഉലിദ ഫി ഖറിയത്തി ബിർബ ബി ഫിലസ്തീൻ, ഫലസ്തീനിലെ ബിർവയിൽ ജനിച്ചു. ആമ 1941, 1941. പിൻ മുഅല്ലിഫാത്തിഹിൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് അസാഫിറും ബിലാ അജ്നിഹ അല്ലേ. പിന്നെ ആഖിറുൽ ലൈൽ, തൂഫിയ ദർവീഷ് മരിച്ചു ഓഗസ്റ്റ് 2008 ബിൽ വിലായത്തിൽ മുത്തഹിദ USA. അപ്പോൾ ചോദ്യം ഉണ്ടാക്കണം. എങ്ങനെയാ? മൻ അല്ലേ, മൻ വെച്ചിട്ട് നമുക്ക് ഒരാളുടെ പേര് വയ്ക്കാം. അപ്പം മൻ മഹ്മൂദ് ദർവീഷ്, മൻ മഹ്മൂദ് ദർവീഷ് ഒരു ചോദ്യം അല്ലേ. മത്ത എപ്പോൾ നടക്കും? മത്ത ഉലിദ എന്ന് മാത്രം കൊടുത്താലും മതി, അല്ലെങ്കിൽ മത്ത ഉലിദ മഹ്മൂദ് ദർവീഷ് എന്നും കൊടുക്കാം. പിന്നെ ഐന എന്ന് വെച്ചാൽ എവിടെ, അപ്പൊ എവിടും ചോദിക്കാം. ഐന ഉലിദ എവിടെയാണ് ജനിച്ചത്? മഹ്മൂദ് ദർവീഷ്. പിന്നെ അടുത്ത ചോദ്യം മായാണ് അല്ലേ. അദ്ദേഹത്തിന്റെ മാ വെച്ചിട്ട് മാ മുഅല്ലഫാത്തുഹു, മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണ്? ഓക്കെ, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ഇത് നന്നായി പഠിച്ചിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. അപ്പോൾ നന്നായി പഠിക്കുക. ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട്, എല്ലാ മക്കളും പോയി കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.